യുപിയിലെ സംഘർഷബാധിത പ്രദേശമായ സംഭൽ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാതെ പോലീസ്. അതിർത്തിയിൽ രാഹുൽ, പ്രിയങ്ക എന്നിവർ ഉൾപ്പെട്ട കോൺഗ്രസ് സംഘത്തെ പോലീസ് തടഞ്ഞു. പോലീസ് വാഹനത്തിൽ രാഹുലിനെ തനിച്ചു പോകാൻ അനുവദിക്കണമെന്ന കോൺഗ്രസ് നിർദ്ദേശം അംഗീകരിച്ചില്ല. 2 മണിക്കൂറിലധികം ഗാസിപ്പൂർ അതിർത്തിയിൽ തുടർന്ന കോൺഗ്രസ് സംഘം ദില്ലിയിലേക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും പോരാട്ടം തുടരുമെന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ പറഞ്ഞു. അതിർത്തിയിൽ തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ എക്സ്പ്രസ് വേ ഉപരോധിച്ചു. हम संभल जाने की कोशिश कर रहे हैं, पुलिस मना कर रही है, अलाउ नहीं कर रही है. एज एलओपी मेरा अधिकार बनता है कि मैं जा सकता हूं, मगर तब भी वो मुझे रोक रहे हैं. मैंने कहा है कि मैं अकेला जाने को तैयार हूं, पुलिस के साथ जाने को तैयार हूं, मगर उन्होंने वो भी बात एक्सेप्ट नहीं की और अब कह रहे हैं कि कुछ दिनों में अगर हम वापस आएंगे तो फिर वो हमें जाने देंगे. ये एक्चुअली जो एलओपी के अधिकार हैं उसके खिलाफ है. मुझे अलाउ करना चाहिए. यूएस कॉन्स्टिट्यूशन है ना, ये कॉन्स्टिट्यूशन के खिलाफ है. हम सिर्फ संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं. अगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है, उसको मुझे दिया नहीं जा रहा है. तो यही है, नया हिंदुस्तान है, कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है, अंबेडकर जी के कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है. अगर हम लड़ते रहेंगे. धन्यवाद. देखिए, जो संभल में हुआ है वो गलत है. राहुल जी नेता प्रतिपक्ष हैं, उनके संवैधानिक अधिकार होते हैं, वो बाकी लोगों से अलग होते हैं, उनको रोका नहीं जा सकता. इस तरह से उनका संवैधानिक पद है, संवैधानिक अधिकार है कि उनको अलाउ किया जाए कि वो पीड़ितों से मिलने जाएं. उन्होंने ये भी कहा कि मैं अकेला चले जाऊंगा, यूपी की पुलिस के साथ मैं अकेला चले जाऊंगा, मुझे अकेला ले जाइए. वो भी करने के लिए तैयार नहीं है. पुलिस वालों के पास कोई जवाब नहीं है. शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते, तो फिर आप इतना गर्व से क्यों कहते हैं कि लॉ एंड ऑर्डर आपने संभाल रखा है यूपी में? तो नेता प्रतिपक्ष है, उनका संवैधानिक अधिकार है, उनको मिलना चाहिए, उनको इजाजत देनी चाहिए थी जाने की. ആദിൽ പാലോട് ചേരുന്നു ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്ന്. ആദിൽ പാലോട്, സംഭവബഹുലമായിരുന്ന ആ മണിക്കൂറുകൾക്കെല്ലാം ആദിൽ സാക്ഷിയായിരുന്നു, തൊട്ടടുത്തു നിന്ന് കാണുകയായിരുന്നു. പലവട്ടം പലതരത്തിൽ ശ്രമിച്ചു നോക്കി സംഭലിലേക്കൊന്ന് പോകാൻ രാഹുൽ ഗാന്ധി. ഒടുവിൽ തിരിച്ചു മടങ്ങേണ്ടി വന്നിരിക്കുന്നു. പൂർണ്ണമായും നേതാക്കളും പ്രവർത്തകരുമെല്ലാം അതിർത്തിയിൽ നിന്ന് മാറിയോ? ഗതാഗതം സാധാരണ നിലയിലായോ? ആദിൽ, ദില്ലി മീററ്റ് സൂപ്പർ വേയിലാണ് ഞങ്ങൾ ഉള്ളത്. 2 മണിക്കൂർ നേരം നാടകീയമായ സംഭവങ്ങൾക്കാണ് ഈ റോഡ് സാക്ഷ്യം വഹിച്ചത്. ദില്ലിയിൽ നിന്നും യുപിയിലേക്ക് കടക്കുന്ന UP ഗേറ്റ് എന്ന ഭാഗമാണ് ഇത്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നലെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യുപിയിലെ കോൺഗ്രസ് MPമാരും സംഘർഷമുണ്ടായ സംഭൽ സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് സംഭൽ ജില്ലാ മജിസ്ട്രേറ്റ് യുപിയിലേക്കുള്ള എല്ലാ അതിർത്തികളിലും പരിശോധന കർശനമാക്കണമെന്നും രാഹുൽ ഗാന്ധിയെ ഒരു അതിർത്തിയിലൂടെയും കടത്തിവിടരുത് എന്നും നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി യുപിയിലേക്ക് കടക്കാനുള്ള എല്ലാ മാർഗങ്ങളും പോലീസ് വലിയ രൂപത്തിൽ പോലീസ് വിന്യാസം ഉപയോഗിച്ചും ബാരിക്കേഡുകൾ ഉപയോഗിച്ചും തടഞ്ഞിരുന്നു. 10 മണിയോടുകൂടി ദില്ലി സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്നും രാഹുൽ ഗാന്ധി പുറപ്പെട്ടു. 10:30 നമ്മളിപ്പോൾ നിൽക്കുന്ന ദില്ലിയിൽ നിന്നും യുപിയിലേക്ക് കടക്കുന്ന പ്രധാനപ്പെട്ട ഒരു അതിർത്തി ഭാഗമായ ദില്ലി മീററ്റ് സൂപ്പർ വേയിലെ യുപി ഗേറ്റിൽ എത്തി. അപ്പോൾ തന്നെ പോലീസ് തടഞ്ഞു. ഇതിനു മുൻപ് തന്നെ വലിയ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഏത് വിധേനയും സംഭലിലേക്ക് പോകാൻ പോലീസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിരുന്നു. വലിയ തോതിൽ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ വിന്യസിച്ചിരുന്നു. രാഹുൽ ഗാന്ധി എത്തിയതും പോലീസ് ഉദ്യോഗസ്ഥർ ഈ സൂപ്പർ വേയിൽ രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹത്തെ തടഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. ഒപ്പം മുന്നിലും പിന്നിലുമായി
കോൺഗ്രസിന്റെ യുപിയിൽ നിന്നുള്ള എംപിമാരും ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും മുന്നിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു UP പോലീസിന്റെ നിലപാട്. DCP ഇത് സംബന്ധിച്ച് 2 തവണ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഏത് വിധേനയും മുന്നിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ 4 പേരടങ്ങുന്ന സംഘം ഒരു വാഹനത്തിൽ മുന്നിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല, അനുവാദമില്ല എന്നുള്ളതായിരുന്നു മറുപടി. പിന്നീട് ഒരാൾ, രാഹുൽ ഗാന്ധി മാത്രം പ്രതിപക്ഷ നേതാവ് എന്ന അവകാശം നിലനിർത്തിക്കൊണ്ട് പോലീസിന്റെ വാഹനത്തിൽ പോകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചെങ്കിലും ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടാൻ നിർവാഹമില്ലെന്നും ഈ മാസം 10-ാം തീയതി വരെ സംഭൽ ഷാഹി ജമാ മസ്ജിദിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അവിടേക്ക് പുറത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധി സംഘങ്ങളെ കടത്തിവിടാനാകില്ലെന്നും DCP രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും 2 മണിക്കൂർ കാത്തുനിന്നതിന് ശേഷം 12:30യോടുകൂടി രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്, UP പോലീസിന്റെ നടപടി തെറ്റാണ് എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും UP പോലീസിനും UP സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുണ്ട്. എന്തൊക്കെയോ സംഭൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് UP സർക്കാർ മറച്ചുവെക്കുകയാണ്. അതുകൊണ്ടാണ് ആരെയും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തത് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. 2 മണിക്കൂർ നേരത്തെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം, അനുനയ ചർച്ചകൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ഈ തരത്തിൽ രൂക്ഷമായി കേന്ദ്ര 2 മണിക്കൂറിലധികം ഗാസിപ്പൂർ അതിർത്തിയിൽ തുടർന്ന ശേഷമാണ് രാഹുൽ ഗാന്ധിയും സംഘവും മടങ്ങിയത്. അതിലാണ് ഗാസിപ്പൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.